അയ്യോ അവിടെ നിക്കേ. എങ്ങോട്ടാ ഈ കേറി പോന്നേ? വരുന്നവർക്കും പോന്നവർക്കും കേറി നിരങ്ങാനേ ഇത് സത്രമൊന്നുമല്ല. ഞങ്ങളൊരു വിവരം അറിയാൻ വേണ്ടി വന്നാ. അതിനു മുമ്പേ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണോ? അല്ല. ആ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നേ? ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ ഇങ്ങനെ ഒരുമിച്ച് നടക്കാൻ പാടുള്ളൂ എന്നുണ്ടോ മുത്തശ്ശി? നീ ഇതിനകത്ത് അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അനിയത്തെ കണ്ടാണല്ലോ ചേച്ചി പഠിക്കുന്നത്. ഓ നാണം ഇല്ലല്ലോ നിങ്ങക്ക്. ഒന്നുമല്ലെങ്കിൽ നീ ഒരു ഡോക്ടറല്ലേ? നല്ലൊരു പെങ്കൊച്ചല്ലേടാ ആ അക്ഷര. അവളെ പറ്റിക്കല്ലേടാ നീ ചെയ്യുന്നേ. കാര്യം അറിയാതെ സംസാരിക്കരുത് മുത്തശ്ശി. അല്ലെങ്കിൽ ഇവരോടൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല നിരഞ്ജൻ. ഇവരൊക്കെ പഴയ തലമുറയല്ലേ, ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ഒരു പുതിയ തലമുറ വന്നേക്കുന്നു. ഇവിടെ ഒരുത്തിയുണ്ട്, അവൾക്ക് സിദ്ധൂര്യം വേണം. നിനക്ക് ഇവന് മര്യാദയ്ക്ക് സംസാരിക്കണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എടി എന്ത് ചെയ്യുമെന്ന്. അല്ലേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കാണോ നീ? മുത്തശ്ശി വെറുതെ ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അയ്യോ ഞാനങ്ങ് പോയേക്കാം. അല്ലെങ്കിൽ തന്നെ ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. ഡോക്ടറെ സ്നേഹം കൊണ്ട് പറയുക, ഇതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. ഞങ്ങൾ വന്നതും ദേവിയെ കുറിച്ച് അറിയാനാ. അറസ്റ്റിലായിന്ന് കേട്ടു. ചതിച്ചതാ. പക്ഷെ ജഡ്ജിക്ക് സത്യം മനസ്സിലായതുകൊണ്ട് ചേച്ചി വെറുതെ വിട്ടു. വിവരം അറിഞ്ഞപ്പോ പേടിച്ചുപോയി. ഫോൺ പോലും ചെയ്യാതെ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. രക്ഷപ്പെട്ടല്ലോ, സന്തോഷം. എന്നാ വരട്ടെ. അല്ല, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട, പിന്നൊരിക്കലാവട്ടെ. ഈ കാഴ്ചയൊന്ന് നേരിട്ട് കാണണമെന്ന് കരുതി തന്നെയാ വന്നത്. എന്റെ ഊഹം തെറ്റിയില്ല. നീ എന്താണ് ഭാവിച്ചിരിക്കുന്നതെന്ന് എനിക്കിപ്പോ അറിയണം നിരഞ്ജൻ. നീ എന്നെ എന്റെ മോളെ ചതിക്കുകയാണല്ലേ? സർ, സാറ് കരുതും പോലെയൊന്നും അല്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് മറ്റൊരാളുടെ വീടാ. ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനാ വന്നത്? എന്റെ അനീതിയുടെ വീടാ ഇത്. എനിക്കിവിടെ വന്നൂടെ? നീ മിണ്ടരുത്. ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. നിങ്ങളൊരാൾ കാരണമാണല്ലോ ഞാൻ തനിച്ചായി പോയത്. നിരഞ്ജന എന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തിട്ട് ഇപ്പൊ മാന്യം ചമയുന്നു. നിരഞ്ജൻ, രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ആരാണ് നിനക്ക് മുഖ്യം? അക്ഷരയോ അതോ ഇവളോ? സർ, ഇത് വേറൊരു സ്ഥലമാ. ഇവിടെ വെച്ച് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. എവിടെ വെച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് നിരഞ്ജൻ എന്നെ പഠിപ്പിക്കണ്ട. ദേവികയെ കുറിച്ച് അറിയാനാ ഞങ്ങൾ ഇവിടെ വന്നത്. ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴാ സാറ് വന്നത്.
അല്ലാതെ നിങ്ങൾ ആരും കരുതുന്ന പോലെ വേറൊന്നും ഇതിലില്ല. നീ അല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ. നിന്റെ അനുജത്തെയും ഇത് തന്നെയല്ലേ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. കുടുംബം കലക്കാൻ നടക്കുന്ന നാശങ്ങള്, ദ്രോഹികള്. ഒന്നിനെയും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഈ ജയശങ്കർ ആരാണെന്ന് എല്ലാരെയും ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാം ഇവിടെ വെച്ച് ഇതോടെ തീർന്നു എന്ന് വിചാരിക്കണ്ട. ഈ കണ്ട കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല.